സർ, റഷ്യ ഉക്രൈൻ യുദ്ധം ഏതാണ്ട് അവസാനിക്കുമെന്ന കാര്യം ഉറപ്പാണ്. എന്നാൽ ഈ യുദ്ധം നിർത്താൻ പോകുന്ന ഇസ്താംബുൾ പ്രോട്ടോകോൾ പ്രകാരമാണെന്ന് കേൾക്കുന്നു. അതിനെക്കുറിച്ച് പ്രേക്ഷകർക്ക് അധികം അറിയില്ലല്ലോ. സാറിന് വിശദീകരിച്ചു. ഇസ്താംബുൾ പ്രോട്ടോകോൾ പ്രകാരമാണ് ഇത് അവസാനിപ്പിക്കുക എന്ന് പറഞ്ഞിരിക്കുന്ന അമേരിക്ക തന്നെ. ഈ ട്രംപ് നിയോഗിച്ചിട്ടുള്ള മിഡിൽ ഈസ്റ്റിലേക്കുള്ള പ്രത്യേക പ്രതിനിധി, സ്പെഷ്യൽ എൻവോയ് സ്റ്റീവ് വിറ്റ്കോഫ് ആണ് ഇത് പറഞ്ഞിരിക്കുന്നത്. സ്റ്റീവ് വിറ്റ്കോഫ് ഈ ട്രംപിനെ പോലെ തന്നെ വലിയ റിയൽ എസ്റ്റേറ്റ് കച്ചവടക്കാരനാണ്. കുറച്ച് ബന്ധുത്വമൊക്കെ ഉള്ളതായിട്ട് നേരത്തെ റിപ്പോർട്ടുകൾ വന്നിരുന്നു. അപ്പോൾ സ്റ്റീവ് വിറ്റ്കോഫ് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിജയം റഷ്യക്ക്, ആ യുദ്ധത്തിൽ വിജയം റഷ്യക്ക് ഈ താലത്തിൽ വെച്ചു കൊടുക്കുന്ന ഒരു പരിപാടിയാണ് ഈ ഇസ്താംബുൾ പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. അതെന്താണെന്ന് വെച്ചാൽ, ഈ റഷ്യയും റഷ്യ അധിനിവേശം തുടങ്ങിയല്ലോ യുക്രൈനിലേക്ക്. അത് കഴിഞ്ഞ് താമസിയാതെ 2022 മാർച്ചിൽ തുർക്കിയിൽ യുക്രൈനും റഷ്യയും തമ്മിലൊരു ചർച്ച നടത്തിയിരുന്നു വെടിനിർത്തലിന് വേണ്ടി. അപ്പോൾ അത് ഇസ്താംബുളിലാണല്ലോ തലസ്ഥാനം തുർക്കിയുടെ. ഇസ്താംബുളിൽ വെച്ചായിരുന്നു ചർച്ച. അന്ന് റഷ്യ മുന്നോട്ട് വെച്ചിരുന്ന വ്യവസ്ഥകൾ, അതാണ് ഇസ്താംബുൾ പ്രോട്ടോകോൾ അറിയപ്പെടുന്നത്. ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയാത്ത വ്യവസ്ഥകൾ അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു. അങ്ങനെ കേട്ടു തുടങ്ങിയപ്പോൾ തന്നെ യുക്രൈൻ അതിൽ നിന്ന് പിന്മാറിയിരുന്നു. പിന്നെ യുക്രൈനെ നിരപ്പാക്കുന്നതാണല്ലോ കണ്ടത് തുടർന്നുള്ള കാലഘട്ടത്തിൽ. അപ്പോൾ അതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ടൊരു സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ യുദ്ധം നിർത്തിക്കഴിഞ്ഞാൽ അമേരിക്ക ഗ്യാരണ്ടർ ആയിരിക്കണം എന്ന് യുക്രൈൻ പറയുന്നില്ലേ, അവിടുത്തെ സുരക്ഷ ഉറപ്പാക്കണം എന്ന്. പിന്നെ റഷ്യ ആക്രമിക്കില്ല, നിങ്ങളുടെ സാന്നിധ്യം വേണം എന്നൊക്കെ ആവശ്യപ്പെടുന്നുണ്ടല്ലോ. അങ്ങനെ അവിടെ യുദ്ധത്തിന് ശേഷവും സുരക്ഷ ഉറപ്പാക്കേണ്ട ഗ്യാരണ്ടറില്ലേ, ഗ്യാരണ്ടറായിട്ട് റഷ്യ തന്നെ വേണം എന്ന് റഷ്യ അന്ന് വ്യവസ്ഥ വെച്ചിരുന്നു. അതായത് ആക്രമിച്ച ആൾ തന്നെ സുരക്ഷയും ഉറപ്പാക്കുക എന്നുള്ളൊരു വ്യവസ്ഥ. അപ്പോൾ പിന്നെ വേറെ ഗ്യാരണ്ടറൊക്കെ തീരുമാനിക്കണം എന്നുണ്ടെങ്കിൽ അക്കാര്യത്തിൽ റഷ്യയോട് ചോദിച്ചിട്ട് വേണം, സമവായം വേണം. അക്രമി തന്നെ ഗ്യാരണ്ടർ അല്ലേ, ജാമ്യക്കാരൻ, സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്ന ആള്. അങ്ങനൊരു വ്യവസ്ഥ അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു. അത് കേട്ടപ്പോഴാണ് അവർ പിന്മാറിയത്, യുക്രൈൻ പിന്മാറിയത്. അപ്പോൾ പിന്നെ യുക്രൈൻ്റെ ഭരണഘടന ഭേദഗതി ചെയ്യണം എന്ന് റഷ്യ ഒരു വ്യവസ്ഥ അതിൽ വെച്ചു. ഭരണഘടന ഭേദഗതി ചെയ്യുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ യുക്രൈൻ ഭാഷയുണ്ടല്ലോ, യുക്രൈനിയൻ, അത് മാറ്റിയിട്ട് റഷ്യ ഔദ്യോഗിക ഭാഷ ആക്കുന്ന വിധത്തിൽ ഭരണഘടന ഭേദഗതി ചെയ്യണം എന്ന് പറഞ്ഞു. അതും യുദ്ധവുമായിട്ട് എന്താ ബന്ധം? വെടിനിർത്തലുമായിട്ട് ബന്ധമില്ല. യുക്രൈൻ അത് ചോദിച്ചു. അപ്പോൾ റഷ്യൻ ഭാഷ അവിടെ ഔദ്യോഗിക ഭാഷയാക്കണം, അന്ന് വ്യവസ്ഥ ഉണ്ടായിരുന്നു. പിന്നെ സേന അംഗങ്ങളെ, പട്ടാളത്തിലെ അംഗങ്ങളെ പരിമിതപ്പെടുത്തണം. റഷ്യ ഇത്ര അംഗങ്ങളെ നിങ്ങൾക്ക് ആകാവൂ എന്ന് പറയും, അതനുസരിക്കുക, അങ്ങനെ പരിമിതപ്പെടുത്തണം. ഇത് പണ്ട് ഈ വേഴ്സൈൽസ് ഉടമ്പടിയിൽ, ഒന്നാം ലോക യുദ്ധത്തിന് ശേഷം വേഴ്സൈൽസിൽ വെച്ചിട്ട് നടന്ന ഉടമ്പടിയിൽ സഖ്യശക്തികൾ വച്ചിരുന്ന ഉടമ്പടിയിലും ഇങ്ങനെ പരിമിതപ്പെടുത്തുന്ന പരിപാടി ഉണ്ടായിരുന്നു. ഈ ഇത്ര പട്ടാളം മതി നിങ്ങൾക്ക് എന്ന് പറഞ്ഞിട്ട്, പിന്നെ ശല്യം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി 6 വ്യവസ്ഥകളാണ് ഈ ഇസ്താംബുൾ പ്രോട്ടോകോൾ. അത് പറയാം. യുക്രൈൻ നിഷ്പക്ഷത പാലിക്കണം. നാറ്റോയിൽ ഉക്രൈൻ ഇല്ല. പിന്നെ വിദേശ രാജ്യങ്ങൾക്ക് താവളം കൊടുക്കരുത് യുക്രൈനിൽ. ക്ലിയർ അല്ലേ? അമേരിക്കയൊന്നും അവിടെ ഉണ്ടാകരുത്, അമേരിക്കയുടെ പട്ടാളമൊന്നും ഉണ്ടാകരുത്. പിന്നെ ഏതെങ്കിലും രാജ്യവുമായിട്ട് സംയുക്ത സൈനിക അഭ്യാസം യുക്രൈൻ നടത്താൻ പാടില്ല. ഈ വ്യവസ്ഥ യുക്രൈൻ സമ്മതിച്ചിരുന്നു, ഈ ഒന്നാമത്തെ വ്യവസ്ഥ. ഇനി 2, സെക്യൂരിറ്റി ഗ്യാരണ്ടർ. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, സുരക്ഷ ഉറപ്പുവരുത്തുന്ന രാജ്യം. ഇത് അത്യാവശ്യം, അങ്ങനെ ഒരു സുരക്ഷ ഉറപ്പുവരുത്തൽ അത്യാവശ്യമാണെന്ന് യുക്രൈൻ പറഞ്ഞിരുന്നു.
ഏതെങ്കിലും ഒരു രാജ്യം, മധ്യസ്ഥത വഹിക്കുന്ന രാജ്യമോ മറ്റോ, പ്രധാനമായിട്ടും അമേരിക്കയാണ് ഉദ്ദേശിക്കുന്നത് യുക്രൈൻ. പക്ഷേ ചർച്ച മുമ്പോട്ട് പോയില്ല. എന്താണെന്ന് വെച്ചാൽ റഷ്യ നിർബന്ധം പിടിച്ചു. റഷ്യ തന്നെയാണ് സുരക്ഷ ഉറപ്പുവരുത്തുന്ന ഗ്യാരണ്ടർ എന്ന് പറഞ്ഞത്. ഫ്രാൻസിൽ ഈ ജർമ്മനി ഫ്രാൻസിനെ ആക്രമിക്കാന്നിരിക്കട്ടെ, ഫ്രാൻസിനെ ആക്രമിച്ച ശേഷം ജർമ്മനി തന്നെ ഗ്യാരണ്ടറാകുന്നു എന്ന് രണ്ടാം ലോക യുദ്ധത്തിൽ പറയുന്നത് പോലത്തെ ഒരു പരിപാടിയായിപ്പോയി ഇത്. ഗ്യാരണ്ടർ കാര്യത്തിൽ റഷ്യക്ക് വീറ്റോ പവർ വേണമെന്നും റഷ്യ വ്യവസ്ഥ വെച്ചു. എന്ന് പറഞ്ഞാൽ അമേരിക്ക ആകണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ സമ്മതിക്കുമായിരിക്കും, വേറെ ഏതെങ്കിലും രാജ്യമാണെങ്കിൽ സമ്മതിച്ചില്ല എന്നും വരാം. എന്ന് പറഞ്ഞാൽ റഷ്യ ഗ്യാരണ്ടറെ തിരഞ്ഞെടുക്കും എന്നാണ് അതിൻ്റെ അർത്ഥം. പിന്നെ മൂന്നാമത്തത് ടെറിട്ടറി. ക്രിമിയയെ യുക്രൈൻ ഇനി ആക്രമിച്ചുകൂടാ. 2014 ക്രിമിയയെ റഷ്യ കൂട്ടത്തിൽ ചേർത്തല്ലോ, പിടിച്ചെടുത്തിരുന്നു. ആക്രമിക്കരുത്. 2014 ക്രിമിയയിൽ അധിനിവേശം നടത്തിയതാണ് റഷ്യ. കിഴക്ക് റഷ്യക്ക് കൈവശം വയ്ക്കാം, അതായത് യുക്രൈൻ്റെ കിഴക്ക് ഭാഗത്ത് പിടിച്ച മേഖലകൾ റഷ്യക്ക് കൈവശം വയ്ക്കാം. പക്ഷേ ക്രിമിയയ്ക്ക് മേൽ റഷ്യയുടെ പരമാധികാരം വേണം എന്ന് റഷ്യ വാശി പിടിച്ചു. വെറുതെ ഇങ്ങനെ തുടരുകയല്ല, അതൊരു സോവറിനിറ്റി, അതായത് റഷ്യയുടെ ഭാഗമായി തീരുക. ക്രിമിയ റഷ്യൻ എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ ഒരു പ്രവിശ്യയായിട്ട് ക്രിമിയ മാറുക, ആ വ്യവസ്ഥയും പറഞ്ഞിരുന്നു. അപ്പോൾ കിഴക്ക് പിടിച്ച മേഖലകൾ, കുറേ മേഖലകൾ യുക്രൈന് തിരിച്ചു കൊടുക്കുന്നതിന് പകരം ക്രിമിയയ്ക്ക് മേൽ പരമാധികാരം വേണം എന്നുള്ളതാണ് വ്യവസ്ഥ. പരമാധികാരമില്ലാതെ രണ്ടും റഷ്യക്ക് കൈവശം വെക്കാമെന്ന് യുക്രൈൻ സമ്മതിച്ചു. പരമാധികാരം കൊടുക്കില്ല, രണ്ടും കൈവശം വെച്ചോ, ഇന്നത്തെ നിലയ്ക്ക് ഇരുന്നോട്ടെ എന്ന് പറഞ്ഞു. പിന്നെ വെടിനിർത്തൽ, നാലാമത്തെ വ്യവസ്ഥ. യുക്രൈൻ ഉടൻ പിൻവാങ്ങണം. റഷ്യ പക്ഷെ ഗഡുക്കളായിട്ട് പതുക്കെ പതുക്കെ മാത്രമേ യുക്രൈനിൽ നിന്ന് മാറുള്ളൂ എന്നുള്ളതാണ്. പിന്നെ യുക്രൈൻ്റെ ഐഡൻറ്റിറ്റി, യുക്രൈൻ്റെ സ്വത്വം, അതാണ് ഈ ഭരണഘടന ഭേദഗതി ചെയ്യണം എന്ന് പറഞ്ഞത്. ഒരു റഷ്യൻ ഐഡൻറ്റിറ്റിയാണ് യുക്രൈന് വേണ്ടതെന്ന്. റഷ്യൻ ഔദ്യോഗിക ഭാഷ വേണം. അപ്പോൾ ഇത് യുക്രൈൻ പറഞ്ഞു, ഇത് ഈ വിഷയവുമായിട്ടൊരു ബന്ധമില്ലാത്ത ആവശ്യമാണല്ലോ, വെടിനിർത്തലും സമാധാനമായിട്ട് ഒരു ബന്ധവും അതിനില്ല, ഭാഷാപരമായ കാര്യങ്ങളിലൊന്നും ഈ യുദ്ധത്തിൽ പെടുന്നതല്ല. പിന്നെ പട്ടാളത്തിൻ്റെ പരിമിതപ്പെടുത്തൽ. ഈ ഒന്നാം ലോക യുദ്ധകാലത്ത് വേഴ്സൈൽസ് ഉടമ്പടിയിൽ ജർമ്മനിയുടെ സൈന്യത്തിൽ ഇനി ഇത്ര ആൾ മതി എന്ന് പരിമിതപ്പെടുത്തിയിരുന്നു സഖ്യശക്തികളെല്ലാം കൂടിയിട്ട്. അപ്പോൾ ഇവിടെ അത് പക്ഷേ ജർമ്മനിയാണല്ലോ അന്ന് അക്രമിയായിരുന്നത്, അക്രമിയുടെ സൈന്യത്തെ പരിമിതപ്പെടുത്തുന്നത്. ഇവിടെ അങ്ങനെയല്ല, ഇരയുടെ സൈന്യത്തെയാണ് പരിമിതപ്പെടുത്തുന്നത്. റഷ്യയല്ലേ അക്രമിക്ക് ഇവിടെ. അപ്പോൾ ഇവിടെ ഇരയ്ക്ക് മേലാണ് ഇത്. അതായത് 100,000 പേരടങ്ങുന്ന പട്ടാളമേ യുക്രൈന് വേണ്ടു എന്നാണ് വ്യവസ്ഥ. പിന്നെ ആയുധം 147 മോർട്ടാർ മാത്രമേ ആകാവൂ. അതിന് നിയന്ത്രണം. മോർട്ടാർ 10 ഈ ഹെലികോപ്റ്ററുകൾ, അറ്റാക്ക് ഹെലികോപ്റ്ററുകൾ, അത് 10 പാടുള്ളൂ. മിസൈലുകൾ 25 മൈൽ മാത്രം റേഞ്ചുള്ള മിസൈലുകൾ മാത്രമേ പാടുള്ളൂ യുക്രൈന്. അപ്പോൾ യുക്രൈൻ തിരിച്ചു പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, അങ്ങനെയല്ല, പട്ടാളത്തിൽ 2,50,000 പേര് വേണം. പിന്നെ 1080 മോർട്ടാറുകൾ വേണം. മറ്റേത് 147 പറഞ്ഞത്. 60 അറ്റാക്ക് ഹെലികോപ്റ്ററുകൾ വേണം. 174 മൈലെങ്കിലും പോകുന്ന മിസൈലുകൾ. റേഞ്ച് എന്ന് പറഞ്ഞാൽ ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് എന്നൊക്കെ പറഞ്ഞ ഒരു സംഗതിയും ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് ഈ ഇസ്താംബുൾ പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. 2022 ഉക്രൈനും റഷ്യയും തമ്മിൽ ഇസ്താംബുളിൽ വെച്ച് ചർച്ച ചെയ്തതാണ്. ഇതായിരിക്കും ഇപ്പോൾ ഒത്തുതീർപ്പ് വ്യവസ്ഥകൾക്കും അടിസ്ഥാന രേഖ എന്നാണ് മിഡിൽ ഈസ്റ്റിലെ സ്പെഷ്യൽ എൻവോയ് അമേരിക്കയുടെ സ്റ്റീവ് വിറ്റ്കോഫ് പറഞ്ഞിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അമേരിക്കയും റഷ്യയും കൂടെ ചേർന്ന് ഉക്രൈനെ ചതിക്കുകയല്ലേ ചെയ്യുന്നത്. പിന്നല്ലാതെ വിജയം ഇങ്ങനെ താളത്തിൽ വെച്ച് കൊടുക്കുക എന്ന് പറഞ്ഞില്ലേ, ഏതാണ്? സെലൻസ്കിക്ക് വേറെ ഓപ്ഷൻ ഇല്ല അല്ലേ? സെലൻസ്കിക്ക് എന്താന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ
ഇനി റഷ്യയെ പേടിച്ച് ജീവിക്കാതിരിക്കണം എന്നുണ്ടെങ്കിൽ അവിടെ അമേരിക്കയുടെ സാന്നിധ്യം വേണം. അതിന് റെയർ എർത്ത്സ്, മറ്റേ മിനറൽസ് ഒക്കെ ധാതു സമ്പത്തിൽ അത് മേടിക്കാനാന്ന് പറഞ്ഞാൽ അവിടെ നിന്നോട്ടെ സൈന്യം. അത് നാളെ അതിലെ അല്ല, അപ്പൊ അമേരിക്കൻ സൈന്യം അവിടെ നിൽക്കുമ്പോൾ ഇനി ബാക്കിയുള്ള ഭീഷണിയുണ്ട്, അതിനെ നമുക്ക് ഇങ്ങനെ തടയാന്ന് പ്രതീക്ഷിക്കാറില്ലേ? അമേരിക്കൻ സൈന്യം അവിടെ ഇരുന്നിട്ട് പിന്നെ റഷ്യക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്താൽ മതിയല്ലോ. അതെ. അപ്പോൾ അതായത് അമേരിക്കയും റഷ്യയും കൂടി സംയുക്ത കമ്പനികൾ ഉണ്ടാക്കിയിട്ട് ധാതു സമ്പത്ത് ഖനനം ചെയ്താലും പോരെ. അതെ. അപ്പോൾ എന്തായാലും ഇസ്താംബുൾ പ്രോട്ടോകോൾ ഇതാണെന്ന് പ്രേക്ഷകർക്ക് വ്യക്തമായെന്ന് തോന്നുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.